ഗൈസ് ഗുഡ് മോർണിംഗ്. നമ്മ മൈസൂരേക്ക് വന്നതാണ്. മൈസൂര് എന്തെല്ലോ സംഭവം നടക്കുന്നുണ്ട്. ഈ പയം കൂട്ടിക്കൊണ്ട് ദസറയാ ദസറ നമ്മളൊരു കൊല്ലത്തില് കാണേണ്ട ആണ്ട് നേർച്ചയാ ദസറയുടെ കാഴ്ച വളരെ എന്തെല്ലോ പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്. ഒരു കഥ അറിയില്ല. അടുത്ത എന്തെങ്കിലും വന്നിട്ട് പമ്പേഴ്സെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ ട്രിപ്പെല്ലാം അടിച്ചെടുത്ത്. നീ എന്തായി കൊടുത്ത്? എന്തായി ഓളടുത്ത് ഇറങ്ങാൻ വേണ്ടി ഓളടുത്ത് ഇറങ്ങാൻ വേണ്ടി എന്താക്കി? എന്ത് പറ എന്റെ ബ്ലോഗെല്ലാം കാണല്ല യൂട്യൂബില്. നിങ്ങക്ക് പെണ്ണ് കിട്ടാൻ അത് പെണ്ണ് കിട്ടാനല്ലേ ടെക്നിക്ക്. ചർച്ച വൈദ്യുതിച്ചോടല്ല ഉമ്മാക്ക് ഞാൻ 1-ാം തീയതി ചെലവിന് കൊടുക്കുന്നത് കുറച്ച് നേരത്തെ കൊടുത്ത് ഉമ്മാനൊന്ന് നല്ല പെട്ട് കിട്ടും. എന്റെ സങ്കല്പത്തിലെ പെണ്ണ് പറ. എന്റെ സങ്കല്പത്തിലുള്ള ഷക്കീറിനെ പോലെ ആയിരിക്കണം. ഷക്കീർ അപ്പൊ കുവൈത്ത് പോന്നോണ്ട് അപ്പനെ കുവൈത്തെല്ലാം പോയിട്ട് വന്നിട്ട് കേട്ടിട്ടുണ്ട്. 18 ദിവസത്തേക്കാ ഒരു സൗദിയിൽ 15 ദിവസത്തേക്ക് പോയിട്ടില്ല. സൗദിയിൽ അങ്ങനെ സൗദിയിൽ ലാസ്റ്റ് മാറ്റി പായിച്ചായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മ സൂര്യകാന്തി പൂവെല്ലാം കാണാൻ പറഞ്ഞിട്ട് വന്നത്. ദസറന്റെ കാഴ്ച രാത്രി കാട്ടിലോട്ടെങ്കിലും അപ്പൊ ദസറന്റെ കാഴ്ചയായിട്ട് വരാം. ഇതിങ്ങനെ എടുക്കണല്ലേ? അങ്ങനെ കൊറേ നേരം തെരഞ്ഞ് ലാസ്റ്റ് റൂം കിട്ടി. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഷക്കീറിന് എന്തെല്ലോ പ്രശ്നമുണ്ട്. ഷക്കീറെ എന്തിന്റെ പ്രശ്നം? പ്രശ്നം മൈസൂർ ദസറ ടൈം ആരും വരണ്ട. കാരണം റൂം കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും നോക്കിപ്പോ എല്ലാരും ഫ്രഷ് അപ്പിനൊക്കെയാണ്. ഭാഗത്തേക്ക് ഫോട്ടോ ശരിക്കും നമുക്ക് ഉറക്കം വന്നിട്ട് ഉറങ്ങണം, എന്നാലേ ശരിയാവും. 550 റുപ്യന്റെ കുന്തം ഏത് നിന്റേതാക്കണല്ലേ? കിടന്നോ ടൂറെല്ലാം വന്നിട്ടുണ്ട്. മക്കള് ചെറിയ മക്കള് പണ്ട് സ്കൂൾ പഠിക്കുമ്പോ ഇതേവരെ പോയിട്ടുണ്ട്. പവർ ബാങ്കും കൊണ്ട് എന്താ ചാർജിൽ വെച്ചാല് പോവും പുറത്തേക്ക്. അല്ല ഗൈസ്, അങ്ങനെ ഒരു ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയാണ് കേട്ടോ. ഇവിടെ തിരക്ക് എന്ന് പറഞ്ഞാൽ വൻ തിരക്ക്. തപ്പാണേ അവിടെ പോണേ. പലരും പല വൈക്കായി. ഫുഡ് കഴിക്കണം. എന്താണ് ബ്ലോഗർ ഷക്കീർ അല്ലേ? മൈസൂർ എന്ന് വെച്ചാല് ഭയങ്കര ചീപ്പിന് റേറ്റ് ഉണ്ട്. 200 റുപ്യക്കെല്ലാം നല്ല അടിപൊളി ഡബിൾ ബെഡ് സ്പേസ് ഉണ്ട്. 200 റുപ്യക്കാണ് വെറും 200 റുപ്യക്കാണ് ഇവിടെ റൂം കൊടുത്തത്. അപ്പം കോണ്ടാക്ട് നമ്പർ 96 56 86 44 3. അപ്പൊ ഇവിടെ 200 റുപ്യ കൊടുക്കുന്നോണ്ട് ബസ്സിലെല്ലാം ആൾക്കാർ വരുന്നു. ഇത്രയും എന്ത് കുറച്ചിട്ട് വേറെ കിട്ടൂലേ? ഇത് അടുത്തൊരു വലിയ പള്ളിയുണ്ട്, അടിപൊളിയാടാ പള്ളി. ഈ ചർച്ചിനെ കുറിച്ച് എന്താ പറയാനല്ലേ? ഈ ഒരു ചർച്ച് ഇവിടെ അല്ലാണ്ട് സ്വിറ്റ്സർലാൻഡിലെ മാത്രമേ ചെറിയ പൈസ നേരെ നേരെ മുമ്പിലുണ്ട്. ചെറിയ പൈസ 100 റുപ്യക്ക് 200 റുപ്യക്കെല്ലാം കിട്ടില്ല. നേരെ ചർച്ചിന്റെ നേരെ മുമ്പിലാണ്. 100 റുപ്യക്കെല്ലാം നല്ല കിമ്പല് സെൽഫി സാധനം അടിപൊളിയാണ്. കുറച്ചേ കൊടുക്കണ്ടു.
ബസ് 100 റുപ്യക്ക് 6 മരത്തിന്റെ കയ്യിലെല്ലാം വെറും 100 റുപ്യ കേട്ടാ. അത് എത്രണ്ണം അറിയോ? ആക്കാൻ എത്ര പണിയുണ്ടാ? 120 റുപ്യ. അപ്പൊ ഇത് ആക്കുന്നവർക്ക് എത്ര പൈസ കിട്ടും നമുക്കറിയില്ല. അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പൊ അധികം കൊടുത്ത പൈസ നടക്കാം. നാരങ്ങ മണിക്കണം. അപ്പൊ ഗൈസ് ഇതാന്നട്ടാ പള്ളി. നമ്മക്ക് പള്ളിയിൽ ആ നിസ്കരിച്ചിട്ടോ. അപ്പൊ ഗൈസ് പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പള്ളിയിലത്തെ ഹൗദിന്ന് എടുക്കണമെന്നൊരു വന്നത്. പക്ഷെ വെള്ളം ഫുള്ള് മോശമാണ്. ഇതൊരു ഓർമ്മക്ക് വെച്ചാന്ന് തോന്നുന്നു. ഇവിടുന്ന് ഇപ്പൊ നോക്കണ കളറൊക്കെ നല്ല വെള്ളം തന്നെയാ. പ്യൂർ വെള്ളം തന്നെ. അപ്പൊ നീ ആടുന്ന് വന്ന് കൊടുക്ക. പൈപ്പൊന്ന് അപ്പുറം ഉണ്ട് പറഞ്ഞു. ആടുന്ന് വന്ന് കൊടുക്ക. അപ്പൊ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടുകൊണ്ട് പിന്നെ എടുക്കുന്നതിന് വേണമെന്നുള്ള രക്ഷക്ക് അറിഞ്ഞിട്ട് 100 റുപ്യ ചാർജ് വന്നു. ഷാട്ടൊക്കെ ഉന്തണാടാ. ഓയ് ഹോയ് ഓയ് ഹോയ് ബൈട്ടോ ഇരുന്നോ ബഡ്ജോ. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോണ സക്കീർ വണ്ടി അടിക്കുന്നുണ്ടാ? ഇതില് ഡ്രൈവർ ഫുൾ സീൻസ് ആണ്. ഫ്രൈഡ് ചിക്കൻ എങ്ങനെ വെക്കറാ? അടിപൊളി ഇടാം. അപ്പൊ ഗൈസ് നമുക്ക് പാസ്സൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ പാസും കാര്യമെല്ലാം വേണമെന്നാണ് പറയുന്നത്. ഇടാ അപ്പൊ ടിക്കറ്റ് കിട്ടി. ഫുള്ള് ബ്ലാക്കിന് മനസ്സിലാക്കി. 100 റുപ്യയില് ടിക്കറ്റ് 100 റുപ്യ. പക്ഷെ ഇവിടെ കുറെ ആൾക്കാർ പുറത്തുനിന്ന് 200 300 500 പറയുന്നത്. 500 ഒരിക്കലും വാങ്ങാൻ പാടില്ല. വെറും 100 റുപ്യക്ക് സാധനം കിട്ടൂട്ടാ. അപ്പൊ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഉള്ളിൽ ഫുള്ള് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സക്കീർ എടുത്ത് സെറ്റാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൈം ഉണ്ടാവും. 5 മണി ആയതല്ലേ. കുറച്ച് കഴിഞ്ഞാലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്ക് ക്യാമറ ആറ്റാനായിട്ട് ഗ്രൗണ്ട്. അപ്പോൾ ഇതാണ് ഫുള്ള് സ്റ്റേഡിയം. ഏകദേശം ഇങ്ങനെ ഒന്നും ആയിട്ടില്ല എന്നാണ്. എന്നാൽ അത്ര ആൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഫുള്ള് കുതിരോട്ടം നടക്കുന്നുണ്ട്. പിന്നെ ബാക്കി പരിപാടി ആകുമ്പോൾ ഞാൻ തുടങ്ങാം. ഒരു കൊരങ്ങനെ ബാഗ് ഒട്ടിച്ചിട്ട് ഞമ്മെല്ലാം ഒഴിവാക്കി. ലാസ്റ്റ് അപ്പണ്ട് പറഞ്ഞ് കറക്കിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മക്ക് കറക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മ അങ്ങനെ കറക്കി. സാധാ പണിപാളി പരിപാടി തുടങ്ങാൻ വേണ്ടിട്ട് ഏതാനും 6 മണിയാകുമ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. 6:30 പരിപാടി. പരിപാടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം പറയുന്നുണ്ട്. എന്താ മനസ്സിലായി എനിക്ക്? ഗിന്നസ് റെക്കോർഡ് കിട്ടി. ഇവിടെ ഒരുത്തം പാട്ടാടാൻ തുടങ്ങി 3 മണിക്കൂറായി. നിർത്തത്തില്ല വണ്ടാനം. ആൾക്കാർക്കെല്ലാം മടുത്ത് ബർത്ത് ചോദിച്ചൂടാ. അത് വേണ്ട. അലെടുത്തോ ഓഡിയൻസ് എന്നോട് പറയണ്ട. രാജസ്ഥാനി മുട്ടത്തേലം
ഫുള്ള് 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 തിരക്ക് 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 തിരക്ക്. പാലസിനാണ് പാലസ്. പാലസ് അതുകൊണ്ട് അതിലെന്നെ പോകുന്നു. ഫുൾ ആള് എന്ന് പറഞ്ഞാൽ വൻ ആള്. സെക്യൂറാ എന്തായി? ഒന്നും പറയാനില്ല, എന്തെങ്കിലും ഒന്നും പറ.